അപകടകരമായ ഈ കാട്ടുപാത നമ്മുടെ നാടുകാണി ചുരത്തിലെ കാട്ടുപാതയാണ്. മുളയരികൾ ഒരുപാടുണ്ട് ഈ ചുരത്തിൽ. രണ്ട് സൈഡിലും മുളയരിയാണ്. എല്ലാ മുളകളിലും നല്ല പോലെ അരി പൂത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ആന ഇറങ്ങുന്നത് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ. താമരശ്ശേരി ചുരം വെച്ച് നോക്കുമ്പം ഈ നാടുകാണി ചുരത്തിലൂടെയുള്ള യാത്ര കുറച്ച് ഭയപ്പെടുത്തുന്നതാണ്. താമരശ്ശേരി ചുരം ഒന്നും കൂടി ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തോതിൽ പേടി തോന്നില്ല. പിന്നെ ആന അങ്ങനെ ഇറങ്ങുന്ന സ്ഥലമൊന്നുമല്ല നമ്മൾ താമരശ്ശേരി ചുരം. അവിടെ കുറച്ച് കുരങ്ങന്മാരുണ്ടാവും. അതിനെ തന്നെ ഇപ്പം കുരങ്ങന്മാർ തന്നെ അവിടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇങ്ങനെയല്ല ഈ നാടുകാണി ചുരം. ഇവിടെ ആന ഇറങ്ങുന്ന പാതകളുണ്ട്. ആന ഇറങ്ങി ഇറങ്ങി അതൊരു കാട്ടുപാതയായിട്ട് മാറിയിട്ടുമുണ്ട്. 21 കിലോമീറ്റർ എത്താനുള്ള ഈ ചുരം, നാടുകാണി ചുരം വലിയ ചുരമാണ്. അതുകൊണ്ട് തന്നെ ഉമ്മച്ചി കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നല്ല ധൈര്യക്കുറവുണ്ടായിരുന്നു. ഈ യാത്രയിൽ ഉമ്മച്ചി വന്നില്ല. ഏതായാലും ഉമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ യാത്ര മുഴുവനാക്കിയില്ല. പേടി കുറേ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ചർച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വഴിക്കടവ് എത്തിയപ്പോൾ വിചാരിക്കാണ്ട് കയറിയതാണ് നാടുകാണി ചുരം. ചുരത്തിൻ്റെ അവിടെ സൈൻ ബോർഡ് ഉണ്ട്. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ സൈൻ ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ശ്രദ്ധിച്ച് തന്നെയാണ് പോയത്. പക്ഷേ അപകടം എപ്പോൾ എങ്ങനെ വരും എന്നറിയില്ലല്ലോ. എല്ലാ പേടിയും ഉള്ളിൽ വെച്ചിട്ടുള്ളൊരു യാത്രയായിരുന്നു നാടുകാണി ചുരം യാത്ര. പ്രധാനമായി ഈ പാതയിൽ ചരക്ക് വാഹനങ്ങളാണ് കുറേ ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ ഇതാ മുന്നിൽ പോകുന്ന പോലെ 4x4 താർ റെഡും ബ്ലാക്കും വൈറ്റും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കയറ്റം കയറാൻ ഒന്നും കൂടി സുഖമായിരിക്കും. എന്നാലും വലിയ കയറ്റമല്ല, പക്ഷേ അപകടമുള്ള വഴികളാണ് നാടുകാണി ചുരത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രാത്രിയായിരുന്നു ഈ ചുരത്തിലെത്തിയത്. അപ്പം തന്നെ ഉമ്മച്ചി ഇതെന്താ ഓട്ടോറിക്ഷ സൈഡിൽ നിർത്തിയിട്ടെന്ന് പറഞ്ഞ് വെറുതെ നോക്കിയപ്പോൾ അതൊരു ആനയായിരുന്നു. ആ കഥയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളെ ഇത്തവണത്തെ നാടുകാണി യാത്ര. ഒരുപാട് മുളയരികൾ രണ്ട് സൈഡിലുണ്ടെന്ന് മുന്നേ പറഞ്ഞല്ലോ. ഈ മുളയരികളൊക്കെ വെറുതെ ഇങ്ങനെ പൊഴിഞ്ഞു പോവുകയാണല്ലോ എന്നുള്ള സങ്കടവും മനസ്സിലുണ്ട്. പക്ഷേ ഇതെല്ലാം ഫോറസ്റ്റിൻ്റെ കീഴിലുള്ളതാണ്. നമുക്ക് അവിടുത്തെ വിഭവങ്ങൾ എടുക്കാനോ ഉപയോഗിക്കാനോ ഒന്നും പാടില്ല. അതെല്ലാം അവിടുത്തെ മൃഗങ്ങൾക്കുള്ളതാണ്. കുരങ്ങുകളും ധാരാളമായിട്ടുണ്ട്. പക്ഷേ നമ്മളെ ആനയാണ് ഇവിടെ കൂടുതൽ ആനകളാണ് ഉള്ളതെന്നാണ് സൈൻ ബോർഡ്. പിന്നെ മാനുണ്ടെന്നുള്ള സൈൻ ബോർഡും ഉണ്ട്. ഈ ചുരം നമ്മൾ 21 കിലോമീറ്റർ ഇങ്ങനെ കയറിയാലും മുകളിൽ ഗൂഡല്ലൂരെത്തും. ഞങ്ങൾ പേടിച്ച് തിരിച്ചു പോകുന്ന ഒരു